നമ്മൾ അടുത്ത റിസൾട്ടാണ് തിയറം 9.8 ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തിയറം 9.8 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഫോർ ലൂപ്സ് ആൽഫ ആൻഡ് ബീറ്റ ഇൻ S1 വിത്ത് ബേസ് പോയിന്റ് 1. Consider two loops alpha and beta in S1 with base point 1. Then the equivalence class of these two loops are equal if and only if the degree of alpha is equal to the degree of beta. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്ക് S1-ൽ രണ്ട് ലൂപ്സ് 1 ബേസ് പോയിൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ലൂപ്സ് എടുത്താൽ ആ രണ്ട് ലൂപ്സിൻ്റെ ഇക്വലൻസ് ക്ലാസ്സസ് ഈക്വൽ ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? ഡിഗ്രി ഓഫ് ആൽഫയും ഡിഗ്രി ഓഫ് ബീറ്റയും ഈക്വൽ ആയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്കത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യുന്നു ദ ഇക്വലൻസ് ക്ലാസ്സസ് ആർ ഈക്വൽ. ഇപ്പോൾ ഇക്വലൻസ് ക്ലാസ്സസ് ഈക്വൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഡിഗ്രി ഓഫ് ആൽഫയും ഡിഗ്രി ഓഫ് ബീറ്റയും ഈക്വൽ ആണെന്ന് പറയണം. ആൻഡ് ഡിഗ്രി ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ദ വാല്യൂ ഓഫ് ദ കവറിംഗ് പാത്ത് ആൽഫ ടിൽഡ ഓഫ് ആൽഫ അറ്റ് 1 ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? ഡിഗ്രി ഓഫ് ബീറ്റ. ഡിഗ്രി ഓഫ് ബീറ്റ എന്താണ്? ദ വാല്യൂ ഓഫ് ദ കവറിംഗ് പാത്ത് ബീറ്റ ടിൽഡ ഓഫ് ബീറ്റ അറ്റ് 1 ആണല്ലോ. അപ്പോൾ ആൽഫ ടിൽഡ ഓഫ് 1-ഉം ബീറ്റ ടിൽഡ ഓഫ് 1-ഉം ഈക്വൽ ആണെന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ദീസ് ടു ആർ ഈക്വൽ ഇംപ്ലൈസ് ദാറ്റ് എന്താണ്? ആൽഫ ഈസ് ഈക്വലൻ്റ് ടു ബീറ്റ. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദർ എക്സിസ്റ്റ് ഹോമോടോപ്പി എഫ് ഫ്രം I cross I to S1 such that f of dot 0 is equal to alpha and f of dot 1 is equal to beta, and also f of 0s is equal to f of 1s is equal to എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഹോമോടോപ്പി പ്രോപ്പർട്ടി പ്രകാരം നമ്മൾ എഴുതി. ഇനി കവറിംഗ് ഹോമോടോപ്പി പ്രോപ്പർട്ടി പ്രകാരം നമ്മൾക്ക് എന്താണ്? ഇതിനൊരു ഈ ഹോമോടോപ്പിക്ക് ഒരു കവറിംഗ് ഹോമോടോപ്പി എക്സിസ്റ്റ് ചെയ്യും. So by the covering homotopy property by the covering homotopy property there exists a unique covering homotopy f tilde of f such that f tilde of 0 is equal to 0. അപ്പോൾ കവർ ഹോമോടോപ്പി പ്രകാരം നമുക്ക് ഇങ്ങനെ ഈ ഒരു വാല്യൂ ഈക്വൽ ടു 0 വരുന്ന ഒരു യുണീക്ക് കവറിംഗ് ഹോമോടോപ്പി എഫിന് എക്സിസ്റ്റ് ചെയ്യും. ഇത് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഡയറക്റ്റ് എഴുതിയതാണ്. ആൻഡ് ഫോർ ദിസ് എഫ് ടിൽഡ നമുക്കറിയാം എഫ് ടിൽഡ നമ്മൾ ഡിഫൈൻ ചെയ്തത് പി റെസ്ട്രിക്റ്റഡ് ടു സം ഇൻ്റർവെൽ എ ഇൻവേഴ്സ് ഓഫ് എഫ് എന്നായിരുന്നു. അതായത് ആ ഒരു ഇൻ്റർവെലിൻ്റെ ഏതാണോ അത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്? പി ഇൻവേഴ്സ് എഫ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അവർ ആക്ച്വലി അവർ റെസ്ട്രിക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരേ വാല്യൂ എടുക്കേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ നമുക്ക് ഡിഫൈൻഡ് അല്ലല്ലോ. അപ്പോൾ പി ഇൻവേഴ്സ് ഡിഫൈൻഡ് ആവുന്നിടത്ത് പി ഇൻവേഴ്സ് എഫ് ആണ് എന്തായിട്ട് വരുന്നത്? എഫ് ടിൽഡ ആയിട്ട് വരുന്നത്. അപ്പോൾ എഫിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? പി എഫ് ടിൽഡ എന്ന് എഴുതാം. സോ ഞാനിവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നു എന്ന് വെച്ചാൽ പി എഫ് ടിൽഡ ഓഫ് 0s കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രകാരം ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0s എന്ന് നമ്മൾക്ക് എഴുതാം. ആൻഡ് എഫ് ഓഫ് 0s എന്താണ്? 1 ആണ് അല്ലേ? അപ്പോൾ പി എഫ് ടിൽഡ ഓഫ് 0s 1 വന്നു. ഇത് നമ്മൾക്കറിയാം കവറിംഗ് പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് ടി ഈക്വൽ ടു 1 വരിക. ഈ 1 എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിലുള്ള ഓർഡേഡ് പെയർ 10 എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ പി ഓഫ് ടി ഈക്വൽ ടു 10 വരുന്നത് എപ്പോഴാണ്? ടി ഇൻറ്റിജേഴ്സ് ആവുന്നവരാണ്. അപ്പോൾ ഇവിടെ പി ഓഫ് എഫ് ടിൽഡ ഓഫ് 0s ഇസ് ഈക്വൽ ടു 1 ആവുകയെന്ന് വെച്ചാൽ എന്താണ്? എഫ് ടിൽഡ ഓഫ് 0s എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, ഫോർ ഓൾ എസ് ഇൻ ഐ എഫ് ടിൽഡ ഓഫ് 0s എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. ഇനി എഫ് ടിൽഡ എന്താണ്? വിച്ച് ഈസ് കണ്ടിന്യൂസ് ആണ്. എഫ് ടിൽഡ കണ്ടിന്യൂസ് ആണ്. ആൻഡ്
എന്താണ് നമ്മൾക്ക് ഈ എഫ് ടിൽഡ് ഓഫ് 0s എന്ന് പറയുന്നത് എസ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. ആൻഡ് എസ് വേരീസ് ഓവർ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 ആണ്. ആൻഡ് ഐ, അതായത് ഐ എന്താണ് കണക്റ്റഡ് ആണ്. ഇപ്പോൾ എഫ് ടിൽഡ് കണ്ടിന്യൂസ് ആണ്, ഐ കണക്റ്റഡ് ആണ്. ആൻഡ് എഫ് ടിൽഡയുടെ വാല്യൂ എന്താണ്, ഒരു ഇൻഡിജറും ആണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, വിച്ച് മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ്. സോ എഫ് ടിൽഡ് സിൻസ് ഐ is connected the same value, the same integral value must occur for each value of s. And since f tilde of 0 is equal to 0, എന്താണ് എഫ് ടിൽഡ് ഓഫ് 0 എന്തായിരുന്നു, നമുക്ക് 0 ആയിരുന്നു. സോ എഫ് ടിൽഡ് ഓഫ് 0 ആണ്. ആൻഡ് ത്രൂ ഔട്ട് നമ്മൾ എന്താണ്, ഒരു ഇൻഡിജർ വാല്യൂ ഉണ്ടായിരിക്കത്തുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് കിട്ടി, എഫ് ടിൽഡ് ഓഫ് 0s എന്തായിരിക്കും, ദിസ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എസ് ഇൻ ഐ ആയിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മൾക്ക് എന്തും പറയാം, എഫ് ടിൽഡ് ഓഫ് 1s എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. എഫ് ടിൽഡ് ഓഫ് 1s ത്രൂ ഔട്ട് ഫോർ ഓൾ എസ് ഇൻ ഐക്ക് ഇതെന്തായിരിക്കും, ദിസ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് വാല്യൂ ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ടിൽഡ് ഓഫ് 10. ഓക്കെ, ഇവിടെ ഞാൻ പെട്ടെന്ന് എങ്ങനെയാണ് 10 ഈക്വൽ ടു 10 എടുത്തത്, ഫോർ ഓൾ എസ്സിന് സെയിം വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ പിന്നെ എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നത് അതിനും എന്താണ്, ഇതേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ഇനി നോക്കുക, ഇനി നമ്മൾ ഈ എഫ് ടിൽഡ് എടുത്തു കഴിഞ്ഞാൽ എഫ് ടിൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി എഫിൻ്റെ കവറിങ് ഹോമോട്ടോപ്പിയാണ്. എഫ് എന്ന് പറയുന്നത് ഹോമോട്ടോപ്പി ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ ആയിട്ടാണ് നമ്മൾക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ എഫ് ടിൽഡ് ഓഫ് ഡോട്ട് 0 ആൻഡ് എഫ് ടിൽഡ് ഓഫ് ഡോട്ട് 1 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും, ആൽഫയുടെയും ബീറ്റയുടെയും കവറിങ് പാത്തായിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താണ്, ആൽഫയുടെയും ബീറ്റയും കവറിങ് പാത്ത് യുണീക്കും ആയിരിക്കണം, അതിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് എന്താണ്, 0 ആയിരിക്കണം. അപ്പം ഞാൻ ഈ എഫ് ടിൽഡ് ഓഫ് T0 എന്നോ അല്ലെങ്കിൽ എഫ് ടിൽഡ് ഓഫ് T1 എന്നോ എടുത്തു കഴിഞ്ഞാൽ ദീസ് ടു ആർ പാത്ത്സ് വിത്ത് ഇനീഷ്യൽ പോയിൻ്റ് 0 ആണ്. ആൻഡ് കവറിങ് പാത്തിൻ്റെ ആൽഫയുടെയും ബീറ്റയുടെയും കവറിങ് പാത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം കവറിങ് പാത്ത്സ് എന്താണ്, ഓരോ ലൂപ്പിനും കറസ്പോണ്ടിങ് യുണീക്കാണ്. സോ ഇത് രണ്ടും എന്തായിരിക്കണം, ആൽഫയുടെയും ബീറ്റയും കവറിങ് പാത്തായിരിക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ ടിൽഡയും ദിസ് ഇസ് ഈക്വൽ ടു ബീറ്റ ടിൽഡയും ആയിരിക്കും. സോ നമ്മൾക്ക് എന്താണ്, ഡിഗ്രി ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ ടിൽഡ് ഓഫ് 1 ആയിരിക്കും. ആൻഡ് ആൽഫ ടിൽഡ് ഇസ് ഈക്വൽ ടു ദിസ് എഫ് ടിൽഡ് ആയതുകൊണ്ട് എഫ് ടിൽഡ് ഓഫ് 10 എന്ന് വരും. ആൻഡ് എഫ് ടിൽഡ് ഓഫ് 10 എന്തിന് ഈക്വലാണ്, എഫ് ടിൽഡ് ഓഫ് 1 ഈക്വൽ ആണ്. കാരണം എന്താണ്, ഫോർ ഓൾ എസ് എഫ് ടിൽഡ് ഓഫ് 1s ഇസ് ഈക്വൽ ടു എഫ് ടിൽഡ് ഓഫ് 10 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് നോക്കിക്കുക, എഫ് ടിൽഡ് ഓഫ് T1 എന്ന് പറഞ്ഞാൽ ബീറ്റ ടിൽഡ് ഓഫ് Tക്ക് ഈക്വൽ ആയി വരും. അപ്പോൾ ഇവിടെ ബീറ്റ ടിൽഡ് ഓഫ് 1 ഈക്വൽ ആവും. ആൻഡ് ബീറ്റ ടിൽഡ് ഓഫ് 1 എന്താണ്, ഡിഗ്രി ഓഫ് ബീറ്റയാണ്. സോ ഡിഗ്രി ഓഫ് ആൽഫ ഈക്വൽ ടു ഡിഗ്രി ഓഫ് ബീറ്റ എന്ന് കിട്ടി നമ്മൾക്ക്. ഓക്കെ, അപ്പോൾ ഇക്വലൻസ് ക്ലോസസ് സെയിം ആണെങ്കിൽ എന്താണ്, ഡിഗ്രി ഓഫ് ദോസ് ടു ലൂപ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി നമ്മൾക്ക് തിരിച്ച് ദീസ് ടു ഡിഗ്രീസ് ഈക്വൽ ആണെങ്കിൽ എന്താണ്, ആൽഫയും ബീറ്റയും ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മളിനി എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ആൽഫ ടിൽഡയും ബീറ്റ ടിൽഡയും ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഹോമോട്ടോപ്പി കിട്ടും. ആ ഹോമോട്ടോപ്പി വെച്ചിട്ട് നമ്മൾ എന്താണ്, ആൽഫയും ബീറ്റയും ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, സോ ഞാൻ ഇവിടെ ഇനീഷ്യൽ പോയിൻ്റ് ടെർമിനൽ പോയിൻ്റ് ഒക്കെ സെയിം ആണെന്ന് പറഞ്ഞല്ലോ. കൺസിഡർ ദ ഫങ്ഷൻ g ഫ്രം i ക്രോസ് i to r defined by g of Ts is equal to 1 minus s into
alpha tilde of t plus s into beta tilde of t. Clearly ഇതെന്താണ് കണ്ടിന്യൂസ് ആണ്, ജി കണ്ടിന്യൂസ് ആണ് ഓവർ ഐ ക്രോസ് ഐയിൽ കണ്ടിന്യൂസ് ആണ്. ആൻഡ് ജി ഓഫ് ടി സീറോ എന്ന് പറയുന്നത് എന്താണ്, ആൽഫ ടിൽഡ ഓഫ് ടി ആണ്. ജി ഓഫ് ടി വൺ എന്ന് പറയുന്നത് ബീറ്റ ടിൽഡ ഓഫ് ടി ആണ്. ആൻഡ് ജി ഓഫ് സീറോ എസ് എന്ന് പറയുന്നത് എന്താണ്, ജി ഓഫ് സീറോ എസ് എന്ന് പറയുന്നത് 1 മൈനസ് എസ് ഇൻറ്റു ആൽഫ ടിൽഡ ഓഫ് സീറോ പ്ലസ് എസ് ഇൻറ്റു ബീറ്റ ടിൽഡ ഓഫ് സീറോ എന്ന് വരും. രണ്ടിനും ഈ ഒരു വാല്യൂ സെയിം ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, എന്ത് വരും, സീറോ. രണ്ട് വാല്യൂ സെയിം ആണ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോയുമാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു സീറോ. ഇതുപോലെ ജി ഓഫ് വൺ എസ് ഇസ് ഈക്വൽ ടു വണ്ണുമാണ്. സോറി, വണ്ണല്ല, ജി ഓഫ് വൺ എസ് ഇസ് ഈക്വൽ ടു ആൽഫ ടിൽഡ ഓഫ് വൺ. ദിസ് ഇസ് ഈക്വൽ ടു ബീറ്റ ടിൽഡ ഓഫ് വൺ ആണ്. സോ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ജി എന്തായിരിക്കും, ദിസ് ഇസ് എ ഹോമോടോപ്പി ബിറ്റ്വീൻ ആൽഫ ടിൽഡ ആൻഡ് ബീറ്റ ടിൽഡയാണ്. അപ്പോൾ നമ്മൾക്ക് ആൽഫ ടിൽഡയും ബീറ്റ ടിൽഡയും ഇക്വലൻ്റ് ആണെന്ന് കിട്ടി. ഇനി ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, ജി ഡാഷ് ഫ്രം ഐ ക്രോസ് ഐ to S1 which is defined by G dash is equal to P composition G. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്ലിയർലി പിയും ജിയും ഒക്കെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ജി ഡാഷും കണ്ടിന്യൂസ് ആണ്. ആൻഡ് ജി ഡാഷ് ഓഫ് ടി സീറോ എന്താണെന്ന് നോക്കിക്കേ, ദിസ് ഇസ് ഈക്വൽ ടു പി ജി ഓഫ് ടി സീറോ എന്ന് വരും. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു പി ജി ഓഫ് ടി സീറോ എന്താണ്, ആൽഫ ടിൽഡ ഓഫ് ടി ആണ്. സോ ആൽഫ ടിൽഡ ഓഫ് ടി ആൻഡ് പി കോമ്പോസിഷൻ ആൽഫ ടിൽഡ ഓഫ് ടി എന്താണ്, ആൽഫ ഓഫ് ടി ആണ്. ഇതുപോലെ ജി ഡാഷ് ഓഫ് ടി വൺ ഇസ് ഈക്വൽ ടു എന്താണ്, പി കോമ്പോസിഷൻ ജി ഓഫ് ടി വൺ ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു പി കോമ്പോസിഷൻ ബീറ്റ ടിൽഡ ഓഫ് ടി ആണ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ബീറ്റ ഓഫ് ടി ആണ്. ആൻഡ് ഇതുപോലെ തന്നെ നമ്മൾക്ക് ജി ഡാഷ് ഓഫ് സീറോ എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും, പി കോമ്പോസിഷൻ ജി ഓഫ് സീറോ എസ് എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ജി ഓഫ് സീറോ എസ് എന്താണ്, ജി ഓഫ് സീറോ എസ് നമ്മൾക്ക് ഇതാ സീറോ ആണ് വരുന്നത്. സോ ദിസ് ഇസ് പി ഓഫ് സീറോ ആൻഡ് പി ഓഫ് സീറോ എന്താണ്, 1 ആണ് വരുന്നത്. ആൻഡ് ജി ഡാഷ് ഓഫ് വൺ എസ് ഇസ് ഈക്വൽ ടു പി ജി ഓഫ് വൺ എസ് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് പി ഓഫ് ആൽഫ ടിൽഡ ഓഫ് വൺ എന്ന് വരും. ആൻഡ് പി ഓഫ് ആൽഫ ടിൽഡ ഓഫ് വൺ എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് ആൽഫ ടിൽഡ ഓഫ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻറ്റിജർ ആണ് അല്ലേ, ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. ഡിഗ്രി ഓഫ് ആൽഫയാണ്, ഡിഗ്രി ഓഫ് ആൽഫ ആണെങ്കിൽ അതൊരു ഇൻറ്റിജർ ആണല്ലോ. അപ്പോൾ പി ഓഫ് ഒരു ഇൻറ്റിജർ എന്താണ്, വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു സീറോ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, ജി ഡാഷ് ഓഫ് വൺ എസും സീറോ കിട്ടി. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ജി ഡാഷ് എന്തായിരിക്കും, വിച്ച് ഇസ് എ ഹോമോടോപ്പി ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ ആയിരിക്കും. അപ്പോൾ ഹോമോടോപ്പി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആൽഫ ഈസ് ഈക്വലൻ ടു ബീറ്റ എന്ന് കിട്ടി. അതായത് ഇക്വലൻസ് ക്ലാസ് ഓഫ് ആൽഫ ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് ബീറ്റ. അപ്പോൾ ഡിഗ്രി സെയിം ആണെങ്കിൽ ഇക്വലൻസ് ക്ലാസ്സസും സെയിം ആയിരിക്കും. സോ നമ്മളുടെ ഈ ഒരു പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. Next we are going to prove the result, the theorem 9.9. ഇത് ലാസ്റ്റ് 5th യൂണിറ്റിലെ ലാസ്റ്റ് തിയറാണ്. സോ ഇതോടുകൂടി 5th യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ എന്താണ് ഈ റിസൾട്ട് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ്സ് പൈ 1 ഓഫ് S11 കൺസിഡർ ചെയ്താൽ, ഓക്കെ, പൈ 1 ഓഫ് S11 ഇവിടെ നോട്ട് ചെയ്യേണ്ടത് S1 പാത്ത് കണക്റ്റഡ് സ്പേസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബേസ് പോയിൻ്റ് ഏതാണെന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ജസ്റ്റ് പൈ 1 ഓഫ് S1 എന്ന് പറഞ്ഞാലും മതി അല്ലേ. അപ്പോൾ പൈ 1 ഓഫ് S1 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ്
ഐസോമോർഫിക് ടു എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ദ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ഇസഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ π1 ഓഫ് S1 നിന്ന് ഇസഡിലോട്ടൊരു 1 ഓൺ ടു ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഹോമോമോർഫിസമായിട്ട് എടുക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ഫസ്റ്റ് നോക്കാം. കൺസിഡർ the degree function d from π1 of S11 to Z. ഓക്കെ, 1 മെൻഷൻ ചെയ്യണമെന്നില്ല, എന്നാലും ഞാനത് ടെക്സ്റ്റിൽ കണ്ടതും കൊണ്ട് എഴുതിയെന്ന് മാത്രം. സോ and which is defined by d of equivalence class alpha is equal to degree of alpha. അപ്പോൾ ഇക്വലൻസ് ക്ലാസ്സിനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? അതിലുള്ള ലൂപ്പിൻ്റെ ഡിഗ്രിയിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ ഇക്വലൻസ് ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൂപ്പിൻ്റെ ഡിഗ്രിയിലോട്ട്. അപ്പോൾ ഡിഗ്രി ഓഫ് ആൽഫ ഇൻറ്റീജർ ആയതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ π1 ഓഫ് S11 നിന്ന് ഇസഡിലോട്ടുള്ള ഫംഗ്ഷൻ തന്നെയാണ്. ആൻഡ് നമ്മൾ മുൻപേ പ്രൂവ് ചെയ്തു ദീസ് ടു ഇക്വലൻസ് ക്ലാസ്സസ് ആർ ഈക്വൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിഗ്രി ഓഫ് ആൽഫ ഈക്വൽ ടു ഡിഗ്രി ഓഫ് ബീറ്റ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി? ദീസ് ടു ആർ ഈക്വൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഓഫ് ദ ഇക്വലൻസ് ക്ലാസ് ആൽഫ ഈക്വൽ ടു ഡി ഓഫ് ദ ഇക്വലൻസ് ക്ലാസ് ബീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ്? ഡി വെൽ ഡിഫൈൻഡ് ആണെന്നും കിട്ടി, പിന്നെ എന്താണ്? D11 ആണെന്നും കിട്ടി. പിന്നെ എന്തേ പ്രൂവ് ചെയ്യണുള്ളൂ? ഡി സർജക്റ്റീവ് ആണെന്നും പ്രൂവ് ചെയ്യണം, ഹോമോമോർഫിസ് ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഡി സർജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണ്? ഏതൊരു ഇൻറ്റിജർ കെ എടുത്തു കഴിഞ്ഞാലും കെ ഡിഗ്രി ആയിട്ട് വരുന്ന ഒരു ലൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ലെറ്റ് കെ ബിലോങ്സ് ടു ഇസഡ്, ഒരു ഇൻറ്റിജർ ഞാൻ ചൂസ് ചെയ്തു. നൗ കൺസിഡർ ദ ലൂപ്പ് mu k which is defined by mu k of t equal to p of kt for each t in I. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ്? mu k of t is equal to p k of t. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഫംഗ്ഷൻ്റെ കവറിങ് പാത്ത് എന്തായിരിക്കും? കവറിങ് പാത്ത് എന്ന് പറയുന്നത് mu k ഡെൽറ്റ ഓഫ് ടി ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെയായിരുന്നു? പി ഇൻവേഴ്സ് പി ഓഫ് കെ ടി അല്ലേ? നമ്മൾ സാറിന് ആൽഫ വരുന്നെങ്കിൽ പി ഇൻവേഴ്സ് റെസ്ട്രിക്റ്റഡ് ടു ഒരു സെറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? പി ഇൻവേഴ്സ് തന്നെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പി ഇൻവേഴ്സ് പി ഓഫ് ആൽഫ ടി എന്ന് എഴുതും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? പി ഇൻവേഴ്സ് ഓഫ് ആൽഫ ഓഫ് ടി എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ ആൽഫയ്ക്ക് പകരം പി ഓഫ് കെ ടി ആണുള്ളത്. അപ്പോൾ പി ഇൻവേഴ്സ് ഓഫ് പി ഓഫ് കെ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ദിസ് ഇസ് ഈക്വൽ ടു കെ ടി എന്ന് കിട്ടി. അപ്പോൾ കവറിങ് പാത്ത് മ്യൂ കെയുടെ കവറിങ് പാത്ത് എന്താണ്? മ്യൂ കെ ഡെൽറ്റ ഓഫ് ടി ഇസ് ഈക്വൽ ടു കെ ടി എന്ന് പറയുന്നതാണ് കവറിങ് പാത്ത്. അപ്പോൾ ഈ കവറിങ് പാത്ത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ ടി ഇൻ ഐ. ഓക്കെ, ആൻഡ് മ്യൂ കെ നമ്മൾക്കറിയാം. ഈ മ്യൂ കെയുടെ നമ്മൾ ഡി ഓഫ് മ്യൂ കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡി ഓഫ് ദ ഇക്വലൻസ് ക്ലാസ് മ്യൂ കെ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് മ്യൂ കെ ആണ് വരിക അല്ലേ? ആൻഡ് ഡിഗ്രി ഓഫ് മ്യൂ കെ എന്താണ്? ഡിഗ്രി ഓഫ് മ്യൂ കെ ഇസ് ഈക്വൽ ടു മ്യൂ കെ ടിൽഡ ഓഫ് 1 വരും അല്ലേ? ആൻഡ് മ്യൂ കെ ടിൽഡ ഓഫ് 1 എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. മ്യൂ കെ ടിൽഡ ഓഫ് 1 എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു കെ ടൈംസ് 1 എന്ന് വരും, അതായത് കെ. ഇപ്പോൾ എന്താണ് ഇവിടെ? ഡി ഓഫ് ദ ഇക്വലൻസ് ക്ലാസ് മ്യൂ കെ എന്ന് പറയുന്നത് എന്ത് കിട്ടി? കെ കിട്ടി. സോ ഇത്തരത്തിൽ ഞാൻ ഏത് ഇൻറ്റിജർ കെ എടുത്താലും കെയിലോട്ട് മാപ്പ് ചെയ്യപ്പെടുന്ന ഒരു ഇക്വലൻസ് ക്ലാസ് എന്തായാലും π1 ഓഫ്
S1 ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾക്ക് സർജക്റ്റീവ് ആണെന്ന് കിട്ടി. ഇനി ഞാൻ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷൻ ഡി ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണെന്ന്? ഹോമോമോർഫിസം. അപ്പോൾ ഇത് ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? രണ്ട് ഇക്വലൻസ് ക്ലാസ്സസ് കൺസിഡർ ചെയ്യുക. കൺസിഡർ ദ ഇക്വലൻസ് ക്ലാസ് സിഗ്മ ആൻഡ് കൺസിഡർ ദ ഇക്വലൻസ് ക്ലാസ് ടോ ഇൻ π1 of S11. Okay, and consider the covering path of sigma, that is sigma tilde, and covering path of tau, that is tau tilde. And for these two covering paths എന്തായിരിക്കും? sigma tilde of 0 tau tilde of 0 എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഓക്കെ, നൗ നമ്മൾ ആ കവറിങ് പാർട്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. 0 സ്റ്റാർട്ട് ചെയ്യുന്ന 0 ഇനീഷ്യൽ പോയിൻ്റ് ആയിട്ട് വരുന്ന കവറിങ് പാർട്സ്. ഓക്കെ, നൗ കൺസിഡർ ദ ഫങ്ഷൻ g ഫ്രം I cross I to R which is defined by g of t is equal to sigma tilde of 2t for 0 less than or equal to t less than or equal to 1/2 and sigma tilde of 1 plus tau tilde of 2t minus 1 for 1/2 less than or equal to t less than or equal to 1. അപ്പോൾ ഞാൻ ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർലി ദിസ് ഇസ് കണ്ടിന്യൂസ് ആണ്. കാരണം ടി ത്രൂ ഔട്ട് ഈ ഒരു ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. ത്രൂ ഔട്ട് ഈ ഒരു ഇൻ്റർവെല്ലിലും ജി ഓഫ് ടി കണ്ടിന്യൂസ് ആണ്. കാരണം ജി ഓഫ് ടി ദീസ് ടു ടേംസിന് ഈക്വൽ ആയതുകൊണ്ട്. പിന്നെ ടി ഈക്വൽ ടു 1/2 വരുമ്പോൾ സിഗ്മ ടിൽഡ ഓഫ് 2t എന്തായിരിക്കും? സിഗ്മ ടിൽഡ ഓഫ് 1 ആയിരിക്കും. അതുപോലെ ടി ഈക്വൽ ടു 1/2 വരുന്നേരം ഇവിടെ എന്താണ്? അത് സിഗ്മ ടിൽഡ ഓഫ് 1 ഈക്വൽ ആയിരിക്കും. സോ ആ രണ്ട് വാല്യൂസിലും രണ്ട് ഡെഫിനിഷനിലും ഈക്വൽ ആയിട്ട് വരുന്നതുകൊണ്ട് ജി ഓഫ് ടി ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഫോർ ദിസ് ജി ഓഫ് 0 എന്താണ്? ജി ഓഫ് 0 ഇസ് ഈക്വൽ ടു സിഗ്മ ടിൽഡ ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. അപ്പോൾ ഇത് എന്തായിട്ട് വർക്ക് ചെയ്യും? ദിസ് വിൽ ആക്ട് ആസ് ദ കവറിംഗ് പാത്ത് ഓഫ് സിഗ്മ സ്റ്റാർ ടോ. സിഗ്മ സ്റ്റാർ ടോയിൻ്റെ കവറിംഗ് പാത്തായിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താണ്? ഈ ഒരു ഇൻ്റർവെല്ലിൽ സിഗ്മ ടിൽഡ ഓഫ് 2t ഈക്വൽ ആണ്. ഈ ഒരു ഇൻ്റർവെല്ലിൽ ഈ ഒരു വാല്യൂവിന് ഈക്വൽ ആണ്. സോ ദിസ് വിൽ ആക്ട് ആസ് ദ എന്താണ്? ദ കവറിംഗ് പാത്ത് ഓഫ് സിഗ്മ സ്റ്റാർ ടോ ആയിരിക്കും. ഓക്കെ, ഇനി കവറിംഗ് പാത്താണ് ആൻഡ് അതിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് 0 ആണെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് സിഗ്മ സ്റ്റാർ ടോ എന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു, നമ്മൾക്കറിയാം ആൽഫ ആയിരുന്നെങ്കിൽ ആൽഫയുടെ ഡിഗ്രി എന്തായിരുന്നു? ആൽഫ ടിൽഡ ഓഫ് 1 ആയിരുന്നു. അപ്പോൾ ഇവിടെ പാത്തായിട്ട് വരുന്നത് സിഗ്മ സ്റ്റാർ ടോ ആണ്. ലൂപ്പായിട്ട് വരുന്നത് സിഗ്മ സ്റ്റാർ ടോ ആണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? സിഗ്മ ടിൽഡ സ്റ്റാർ ടോ ടിൽഡ ഇങ്ങനെയല്ല, സിഗ്മ സ്റ്റാർ ടോയിൻ്റെ കവറിംഗ് പാത്തിൻ്റെ വാല്യൂ ആയിട്ട് 1 ആണ് വരേണ്ടത്. സിഗ്മ സ്റ്റാർ ടോയുടെ കവറിംഗ് പാത്ത് ജി ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ദിസ് ഇസ് ഈക്വൽ ടു ജി ഓഫ് 1 ആയിരിക്കും. ആൻഡ് ജി ഓഫ് 1 എന്താണ്? ജി ഓഫ് 1 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിലാണ് വരുന്നത്. സോ നമ്മൾക്കിത് എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ ടിൽഡ ഓഫ് 1 പ്ലസ് ടോ ടിൽഡ ഓഫ് 2 ടൈംസ് ടി എന്താണ്? 1 അല്ലേ? 2 ടൈംസ് 1 മൈനസ് 1 വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ ടിൽഡ ഓഫ് 1 പ്ലസ് ടോ ടിൽഡ ഓഫ് 1 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ ടിൽഡ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് സിഗ്മയാണ്. പ്ലസ് ടോ ടിൽഡ 1 എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് ടോയുമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡി ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് സിഗ്മ ഡോട്ട് ഇക്വലൻസ് ക്ലാസ് ഓഫ് ടോ കൺസിഡർ ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഡി ഓഫ് ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്താൽ നമ്മൾക്ക് എന്താണ്? ഇക്വലൻസ് ക്ലാസ് ഓഫ് സിഗ്മ സ്റ്റാർ ടോ ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡി ഓഫ് ഡിഗ്രി ഓഫ് സിഗ്മ സ്റ്റാർ ടോ എന്ന് വരും അല്ലേ? ആൻഡ് ഡിഗ്രി ഓഫ് സിഗ്മ സ്റ്റാർ ടോ എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ ഡിഗ്രി ഓഫ് സിഗ്മ പ്ലസ് ഡിഗ്രി ഓഫ്
ടോയ്ക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ആൻഡ് ഡിഗ്രി ഓഫ് സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? ഡി ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് സിഗ്മയ്ക്ക് ഈക്വൽ ആണ്. പ്ലസ് ഡിഗ്രി ഓഫ് ടോ എന്താണ്? ഡി ഓഫ് ഇക്വലൻസ് ക്ലാസ് ഓഫ് ടോയ്ക്ക് ഈക്വൽ ആണ്. അപ്പോൾ എന്ത് കിട്ടി? ഡി ഓഫ് ഇക്വലൻസ് ക്ലാസ് സിഗ്മ ഡോട്ട് ഇക്വലൻസ് ക്ലാസ് ടോ ഇസ് ഈക്വൽ ടു ഡി ഓഫ് ഇക്വലൻസ് ക്ലാസ് സിഗ്മ പ്ലസ് ഡി ഓഫ് ഇക്വലൻസ് ക്ലാസ് ടോ എന്ന് കിട്ടി. സോ എന്താണ് ഇവിടെ ഹോമോമോർഫിസത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ഡി എന്ന് പറയുന്നത് ഹോമോമോർഫിസ് ആണ്. സോ D11 ആണ്, ON2 ആണ്, ഹോമോമോർഫിസ് ആണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ഡി ഈസ് എ ഐസോമോർഫിസം ഫ്രം ദ ഫണ്ടമെൻ്റൽ ഗ്രൂപ്പ് pi1 S1 1 to the set of all integers Z. So these two are isomorphic. Okay. So ഇതോടുകൂടി ഈ ഒരു മൊഡ്യൂൾ ഇവിടെ തീർന്നു.